വെൽക്കം ടു എൻസൈൻ ന്യൂസ് ഫീഡ്. കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ ബഹിരാകാശ മേഖലയ്ക്ക് കരുത്തു പകരാൻ ഇൻസ്പേസ്. ഈ വാർത്ത വന്നത് മലയാള മനോരമ 1/8/2020. ഇൻസ്പേസ്, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ Indian National Space Promotion and Authorization Center. It would act as the nodal agency to bring private participation in India's space activities. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉത്തേജക പാക്കേജിൽ ബഹിരാകാശ മേഖലയിലും സ്വകാര്യവൽക്കരണം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇൻസ്പേസ്. ISRO to concentrate on research and development, interplanetary exploration and strategic launches. ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങളിലും പുതിയ പദ്ധതികളിലുമായിരിക്കും ഇസ്രോ ഇനി കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. The NSIL or New Space India Limited was set up in 2019 as a marketing arm of ISRO, additionally to the Antrix Corporation. ISROയുടെ പദ്ധതികൾ വാണിജ്യവൽക്കരിക്കുന്നതിനായി നിലവിൽ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, ആൻട്രിക്സ് കോർപ്പറേഷൻ എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. ഇതിനു പുറമെയാണ് പ്രവർത്തനങ്ങളുടെ സ്വകാര്യ പങ്കാളിത്തത്തിനായി ഇൻസ്പേസ് എന്ന സ്ഥാപനം രൂപീകരിക്കപ്പെട്ടത്. KSB വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. ഈ വാർത്ത വന്നത് മാതൃഭൂമി 2/8/2020. വാട്ട് ഈസ് ഹാക്കിംഗ്? ഹാക്കിംഗ് ഈസ് ദ അൺഓത്തറൈസ്ഡ് എൻട്രി ഇൻ ടു എ ലോക്കൽ സിസ്റ്റം എക്സ്പ്ലോയിറ്റിംഗ് ഇറ്റ്സ് വീക്ക്നെസ്സസ്. ഒരു സംവിധാനത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് അനധികൃതമായി അതിൽ പ്രവേശിക്കുകയും അതിലെ വിവരങ്ങൾ ചോർത്തുകയോ അല്ലെങ്കിൽ സംവിധാനത്തെ നശിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഹാക്കേഴ്സ് എന്ന ഹാക്കിംഗ് സംഘം KSBയുടെ ഓൺലൈൻ പേയ്മെൻറ്റ് സൈറ്റ് ഹാക്ക് ചെയ്തതാണ് ഈ വാർത്ത. ഈ വെബ്സൈറ്റിൻ്റെ സുരക്ഷിതത്വമില്ലായ്മ ചൂണ്ടിക്കാട്ടാനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സതുദ്ദേശത്തോടെയുള്ള ഹാക്കിങ്ങിനെയാണ് നമ്മൾ വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് അഥവാ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്. തികച്ചും ദുരുദ്ദേശപരമായിട്ടുള്ള ഹാക്കിംഗ് രീതിയാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് എന്ന് വിളിക്കപ്പെടുന്നത്. ഒരു സംവിധാനത്തിൻ്റെ പ്രവർത്തനം തന്നെ തകർക്കാനാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിൻ്റെ ഉദ്ദേശം. വാർത്തയിൽ കാണുന്ന പോലെ ഹാക്കിങ്ങായി ബന്ധപ്പെട്ട് മുഖംമൂടി വെച്ച ഒരു കഥാപാത്രം വളരെ പ്രശസ്തമാണ്. ഈ മുഖംമൂടിക്ക് വിളിക്കുന്ന പേരാണ് ഗൈ ഫോക്സ് മാസ്ക്. എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ ഇസ് നോട്ട് കണ്ടംപ്റ്റ്. ഈ വാർത്ത വന്നത് ദ ഹിന്ദു 4/8/2020. വാട്ട് ഈസ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അഥവാ കോടതി അലക്ഷ്യം? കോടതിയെയോ ജഡ്ജിമാരെയോ തരം താഴ്ന്ന തരത്തിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ കോടതി ഉത്തരവുകളെ ലംഘിക്കുകയോ ചെയ്യുന്നതിനെ കോടതി അലക്ഷ്യം എന്ന് നമ്മൾ വിളിക്കുന്നു. ദ സുപ്രീം കോർട്ട് ഹാസ് ദ പവർ ടു പണിഷ് ഫോർ ഇറ്റ്സ് ഓൺ കണ്ടംപ്റ്റ് അണ്ടർ Article 129 of the Constitution. Article 215 confers the same power to the High Courts in India. ഇനി ഇവിടെ എന്താണ് വാർത്ത? The Supreme Court has served a contempt notice on Prashant Bhushan for his tweets against Supreme Court and its Chief Justices. The Supreme Court is of the opinion that through his actions he has tried to scandalize or lower the authority of the court. This amounts to criminal contempt under Contempt of Court Act of 1971. But Sri Prashant Bhushan has countered the stance of the Supreme Court. He has claimed that the fair and accurate report of judicial proceedings does not amount to contempt of court. These are rights provided to an individual under right to freedom of expression under Article 19(1)(a) of the Constitution. These are fundamental rights conferred upon an individual. കേരളത്തിലെ എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും 3 വർഷത്തിനുള്ളിൽ പൈപ്പ് വെള്ളം. ഈ വാർത്ത വന്നത് മലയാള മനോരമ 1/8/2020. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജൽ ജീവൻ പദ്ധതിയെ പറ്റിയാണ് മേൽപ്പറഞ്ഞ വാർത്ത. The aim of the Jal Jeevan Mission is to provide safe and adequate drinking water to all rural households through individual tap connections by 2024. The mission implementation would ensure
source sustainability measures such as recharge and use, rainwater harvesting, etc. It should be completed in Kerala by 2023. കേരള സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതിയായ ഹരിത കേരള മിഷനുമായി കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. നവകേരള മിഷനിൽപ്പെട്ട 4 പദ്ധതികൾ ഒന്നാണ് ഹരിത കേരള മിഷൻ. SpaceX with NASA crew is back home. ഈ വാർത്ത വന്നത് ദ ഹിന്ദു 4/8/2020. What is SpaceX? It's the first private company to send people to orbit, in this case, the International Space Station. It's owned by the renowned entrepreneur Elon Musk. SpaceX successfully completed the current project, otherwise known as the Demo 2 mission. The Dragon Endeavour spacecraft splashed down in the Gulf of Mexico near Pensacola. 2017 അവസാനിപ്പിച്ച സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിന് ശേഷം ആദ്യമായിട്ടാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബഹിരാകാശ യാത്രികരെ അയക്കുന്നത്. Atmospheric re-entry is the most crucial part of space flight. The spacecraft may get heated up due to the friction and also may get burnt. The Endeavour survived temperatures as high as 3500 degree Fahrenheit, otherwise about 2000 degree Celsius. 10% സാമ്പത്തിക സംവരണം ഭരണഘടനാ ബെഞ്ചിന്. ഈ വാർത്ത വന്നത് മലയാള മനോരമ 6/8/2020. ഭരണഘടനയുടെ 103 ഭേദഗതിയെ പറ്റിയാണ് ഈ വാർത്ത. What is the 103rd Amendment Act? It gives 10% reservation for the economically weaker sections in education and public employment. This Amendment Act came into effect on 14 January 2019. ഇനി എന്താണ് ഈ ഭേദഗതി നിയമം കൊണ്ടുവന്ന മാറ്റങ്ങൾ? Till then, the reservation was for only socially and educationally backward sections under Article 15 and 16 of the Constitution. By this amendment, reservation was given to the economically weaker sections also. The Socially and Educationally Backward Classes Commission, otherwise known as the Mandal Commission, had recommended for reservation of 27% for the other backward classes in 1983. The total reservation including this stood at 49% before the implementation of the 103rd Amendment Act. When the amendment was implemented, the total reservation stood at 59%. This was considered as a violation of the Indira Shawni versus Union of India case in 1992. This case was otherwise known as the Mandal Judgment. In the Mandal Judgment, the court had declared that reservation cannot exceed more than 50%. Thus, with the current amendment, it has violated the Mandal Judgment. It's considered as a violation of the principle of equality, that is a part of the basic structure of the Constitution. വിവാദ സ്പ്രിംഗ്ലർ മികച്ച സ്റ്റാർട്ടപ്പ്. ഈ വാർത്ത വന്നത് മാതൃഭൂമി 5/8/2020. സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കിടയിലെ യൂണിക്കോൺ എന്ന പദമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ യൂണിക്കോൺ എന്നത് കഥകളിൽ പറയുന്ന കാൽപ്പനിക ജീവിയായ ഒരു ഒറ്റക്കൊമ്പൻ കുതിരയാണ്. എന്നാൽ ബിസിനസ് രംഗത്ത് $1 ബില്യൺ വാല്യുവേഷൻ ക്രോസ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളെയാണ് യൂണിക്കോൺ എന്ന് വിളിക്കുന്നത്. സ്ലൈഡിൽ പറഞ്ഞ പോലെ ദിസ് ടേം റെപ്രസെന്റ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ റെയറിറ്റി ഓഫ് സച്ച് സക്സസ്ഫുൾ വെഞ്ചേഴ്സ്. ആഗോള ഗവേഷണ സ്ഥാപനമായ ഹുറുൺ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 2020 വർഷത്തിൽ 61 യൂണിക്കോൺസ് ആണ് ഉള്ളത്. ഇതിൽ പ്രധാനപ്പെട്ടവ പേടിഎം, ഓയോ റൂംസ്, ബൈജൂസ്, ഓല ക്യാബ്സ് എന്നിവയാണ്. ഇന്ത്യ ഈസ് റാങ്ക്ഡ് 4th in the number of unicorns globally. ഇവിടെ വളർന്നു വരുന്ന സംരംഭകത്വത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ലഡാക്ക് പാതയിൽ തുരങ്കം പൂർത്തിയായി. ഈ വാർത്ത വന്നത് മാതൃഭൂമി 6/8/2020. ലഡാക്ക് പാതയിൽ പൂർത്തിയായ അടൽ ടണലിനെ പറ്റിയാണ് ഈ വാർത്ത.
ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് ഈ തുരങ്കത്തിന് ഈ പേര് നൽകിയത്. The Atal Tunnel lies underneath the Rohtang Pass in the eastern Pir Panjal range. It is the longest high-altitude highway tunnel in the world with a length of 8.8 km. It reduces the distance from Manali to Leh by about 45 km. It provides all-weather connectivity to Ladakh. It gives a strategic advantage to the സെക്യൂരിറ്റി ഫോഴ്സസ്. വർഷത്തിൻ്റെ വലിയൊരു ഭാഗവും ഒറ്റപ്പെട്ട് കിടക്കുന്ന ലഡാക്ക് പ്രവിശ്യയിലേക്കുള്ള സ്ഥിരമാർഗമായിട്ടാണ് അടൽ തുരങ്കത്തിനെ പരിഗണിക്കുന്നത്. നിലവിൽ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നിർമ്മാണത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്.